ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിൽ ലേക്ഷോർ ആശുപത്രിയിലെ ഡോക്ടർമാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച ഇഡി സീനിയർ കൺസൾട്ടന്റ് മുഹമ്മദ് ഇക്ബാലിനെ ചോദ്യം ചെയ്തു. നിയമവിരുദ്ധ ശസ്ത്രക്രിയയ്ക്ക് ഡോക്ടർമാർക്ക് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഡോക്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ സ്വത്തുക്കളും കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. ആശുപത്രിയുടെ MD SK അബ്ദുള്ളയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. SS ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഗുഡ് മോർണിംഗ്. ലേക്ഷോറിൽ കഴിഞ്ഞ ദിവസം MDയെ ED ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഡോക്ടർമാരിലേക്ക് അന്വേഷണം നീങ്ങുന്നത്? അങ്ങനെയെങ്കിൽ എത്ര ഡോക്ടർമാരിലേക്കാണ് ഈ അന്വേഷണം? എന്താണ് നമുക്ക് അറിയാനാകുന്നത്? സ്മൃതി, എന്തായാലും ഈ ലേക്ഷോർ ആശുപത്രിയിലെ കൂടുതൽ ഡോക്ടർമാരിലേക്ക് അന്വേഷണം നീളുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ മാസം വലിയ രീതിയിലുള്ള റെയ്ഡ് EDയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. ലേക്ഷോർ ആശുപത്രിയിൽ അടക്കമാണ് റെയ്ഡുകൾ നടത്തിയത്. അതിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ ലേക്ഷോർ ആശുപത്രിയുടെ MD SK അബ്ദുള്ളയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്ടർമാരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഈ ലേക്ഷോർ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് ആണ് ഈ മുഹമ്മദ് ഇക്ബാൽ. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഇതൊരു സംഘടിത കുറ്റകൃത്യമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാണുന്നത്. അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ശസ്ത്രക്രിയയാണ് ആശുപത്രിയിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിയമവിരുദ്ധമായിട്ടുള്ള ശസ്ത്രക്രിയ നടത്തിയതിന് ഡോക്ടർമാർക്ക് കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും ED പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഡോക്ടർമാരുടെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടി തുടരുകയാണ്. ഈ മുഹമ്മദ് ഇക്ബാലിനോട് കഴിഞ്ഞ 5 വർഷത്തെ സ്വത്ത് വിവരങ്ങളും ഒപ്പം വിവരങ്ങളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നതാണ്. അതുകൂടി ED പരിശോധിച്ചു വരികയാണ്. എന്തായാലും മുഹമ്മദ് ഇക്ബാലിനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള സൂചന കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്ന ഈ സ്വകാര്യ ആശുപത്രികൾക്ക് ഈ റാക്കറ്റുമായി മുഹമ്മദ് നജീബിന്റെ നേതൃത്വത്തിലുള്ള അവയവ കച്ചവട റാക്കറ്റുമായി ബന്ധമുണ്ടെന്നുള്ളതാണ്. ഓരോ തവണ റിസീവറെയും ഡോണറെയും ആശുപത്രിയിൽ എത്തിച്ച് പരിശോധന നടത്തുന്നതിന് കൃത്യമായി തന്നെ ആശുപത്രികളിൽ നിന്ന് ഈ റാക്കറ്റിന് കമ്മീഷൻ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിൽ കൂടി നീങ്ങിയിരിക്കുന്നത്. നിലവിൽ ലേക്ഷോർ ആശുപത്രി കേന്ദ്രീകരിച്ചാണ് കൂടുതലായിട്ടും അന്വേഷണം നടക്കുന്നത്. ഈ ലേക്ഷോർ ആശുപത്രിയിലെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവുന്ന മുറയ്ക്കായിരിക്കും മറ്റ് ചില ആശുപത്രികളിലേക്ക് കൂടി നീങ്ങുക എന്നുള്ളതാണ് ED പറയുന്നത്. ശരി, ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ് ലേക്ഷോർ ആശുപത്രി. അവിടെ ഈ അവയവ കച്ചവടവുമായി ബന്ധമുള്ള ഡോക്ടർമാരുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ MDയെ ചോദ്യം ചെയ്തതിനു ശേഷം ഇപ്പോൾ ഡോക്ടർമാരിലേക്ക് അന്വേഷണം നീക്കുന്നു ED എന്നുള്ള വിവരമാണ് ശരൺ നൽകുന്നത്.